ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശൈലികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. സന്ദർഭത്തിനനുസരിച്ച് ശൈലികൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാഷ കുറേ കൂടി മെച്ചപ്പെട്ടതായി തോന്നും, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് തോന്നും. സന്ദർഭത്തിനനുസരിച്ച് ശൈലികൾ ഉപയോഗിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 4 ശൈലികൾ, വളരെ കോമൺ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റിയതും വളരെ യൂസ്ഫുൾ ആയതുമായ 4 ശൈലികൾ, ഇഡിയംസ്. പല ലെസൺസിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ശൈലികൾ. ശൈലികൾ എന്ന് പറയുമ്പോൾ അതിലെ ഓരോ വാക്കും എടുത്ത് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശൈലിയുടെ മീനിങ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു വേർഡിൻ്റെ മീനിങ് ആവില്ല ആ ശൈലിയുടെ മുഴുവനായിട്ടുള്ള മീനിങ്. അപ്പോൾ ഇന്നത്തെ ഇഡിയംസ് നമുക്ക് പഠിക്കാം. സ്പിൽ ദ ടീ. സ്പിൽ എന്ന് പറഞ്ഞാൽ തെറിച്ചു വീഴുക അല്ലെങ്കിൽ ചോർന്നു പോവുക എന്നൊക്കെയല്ലേ മീനിങ്. സ്പിൽ ദ ടീ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഷെയർ ദ ഗോസിപ്പ്. ഗോസിപ്പ് നമ്മൾ പലപ്പോഴും പല ആളുകളുമായിട്ട് പറയാറുണ്ട്, പല ആളുകൾ തമ്മിൽ അത് ഷെയർ ചെയ്യാറുണ്ട്. പരദൂഷണം പറയുക എന്ന് തന്നെയാണ്. അത് പരദൂഷണം വേറെ ആളുകളോട് പങ്കിടുക, അതാണ് സ്പിൽ ദ ടീ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Come on, spill the tea. What happened at the party? Come on, spill the tea എന്ന് പറഞ്ഞാൽ എന്താണ്, പറയൂ, എന്നോട് പറയൂ, എന്താണ് പാർട്ടിയിൽ നടന്നതെന്ന്. ആ ഗോസിപ്പ് അതെന്താണ് എന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. Come on, spill the tea. What happened at the party? Next one, all in the same boat. All situation ആണ്. ചില ആളുകൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാവും കടന്നു പോകുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരും ആ കേൾക്കുന്ന ആളും പറയുന്നത് എന്താ, ഐ ആം ഓൾസോ ഇൻ ദ സെയിം ബോട്ട്, വി ആർ ഇൻ ദ സെയിം ബോട്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനും നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിലാണ്, ഒരേ ബോട്ടിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന അതേ സിറ്റുവേഷനിൽ തന്നെയാണ് ഞാനും അത്തരം ഒരു സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് എന്നാണ്. ഫേസിങ് ദ സെയിം ഡിഫിക്കൽട്ടീസ് ഓർ സർക്കംസ്റ്റാൻസസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഡോണ്ട് വറി, വി ഓൾ ആർ ഇൻ ദ സെയിം ബോട്ട് വിത്ത് ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയാണ്, നിങ്ങളുടെ പോലെ തന്നെ ആ ഒരു സെയിം ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. വി ആർ ഓൾ ഇൻ ദ സെയിം ബോട്ട്. അടുത്തത് മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ ടു മിസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നഷ്ടപ്പെടുക, ഒരു ചാൻസ് നഷ്ടപ്പെടുക. ഐ ഡിഡിൻറ്റ് അപ്ലൈ ഫോർ ദ സ്കോളർഷിപ്പ് ഓൺ ടൈം, സോ ഐ മിസ് ദ ബോട്ട്. ഞാൻ സ്കോളർഷിപ്പിന് കൃത്യമായ സമയത്ത് തന്നെ ഞാൻ അപ്ലൈ ചെയ്തില്ല, സോ ഐ മിസ് ദ ബോട്ട്. അതുകൊണ്ട് എനിക്ക് ചാൻസ് നഷ്ടപ്പെട്ടു, എനിക്ക് ആ അവസരം നഷ്ടപ്പെട്ടു എന്നാണ്. ഐ മിസ് ദ ബോട്ട് മീൻസ് ഐ ലോസ്റ്റ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് മീനിങ്. നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗെയിം ചേഞ്ചർ. എന്താണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്? സാധാരണ നമ്മൾ കേൾക്കുന്നതല്ലേ ആ ഒരു ഫ്രേസ്. അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു, സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സീക്വൻസ് പോലെ അല്ലെങ്കിൽ വളരെ ഒരു സ്മൂത്തായിട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു കാര്യം സംഭവിക്കുന്നു, വേറൊരു കാര്യം സംഭവിക്കുന്നു. ആ സംഭവം ആദ്യം നടന്ന കാര്യങ്ങളൊക്കെ അതിനൊരു ട്വിസ്റ്റ് കൊടുക്കുന്ന രീതിയിലാവും. ആകെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു അല്ലെങ്കിൽ അതിനൊരു വേറൊരു ട്വിസ്റ്റ് കൊടുക്കുന്നു. അതാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെ ചിലപ്പോൾ അത് ഒരാളായിരിക്കാം അങ്ങനെ ഒരു കാര്യം, ഒരാളുടെ ഇടപെടൽ കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ വേറൊരു കാര്യം സംഭവിക്കുന്നതാകാം. ദ ന്യൂ സ്മാർട്ട് ഫോൺ ഈസ് എ ഗെയിം ചേഞ്ചർ ഫോർ ദ ടെക് ഇൻഡസ്ട്രി. നമുക്കറിയാം ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡായി. അതങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ കൂടിയുള്ള പല ഫീച്ചേഴ്സും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു പുതിയ സ്മാർട്ട് ഫോൺ വരുന്നു, അതിനകത്ത് ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് ആകെ ടെക് ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആകെ സംഭവങ്ങളൊക്കെ ആകെ ആ ഫീച്ചേഴ്സൊക്കെ ആകെ മാറി വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ദ ന്യൂ സ്മാർട്ട് ഫോൺ ഈസ് എ ഗെയിം ചേഞ്ചർ ഫോർ ദ ടെക് ഇൻഡസ്ട്രി. അപ്പോൾ ഇന്നത്തെ 4 ഇഡിയംസ് വളരെ ഈസി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയതാണ്. സന്ദർഭത്തിനനുസരിച്ച് ഇത്തരം ശൈലികൾ ഉപയോഗിച്ച് ശീലിക്കുക.